അവന്റെ ജനനം ഇவ்விதമായിരുന്നു. മാതാവ് മേരിയും പിതാവ് ജോസും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞു. അവർ വിവാഹിതരായ ശേഷം മേരി ജോസിനാൽ ഗർഭവതിയായി. ഒന്നല്ല, 3 തവണ. വത്സ, സാലി, ബീന. അതിനുശേഷം മേരി വീണ്ടും ഗർഭവതിയായ വിവരമറിഞ്ഞ ജോസ് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട്, മൊയലൻ വംശജനായ ജോസേ, ഇത്തവണ അവളൊരു പുത്രന് ജന്മം നൽകും. ആ പുത്രന് ബാബു എന്ന് നാമകരണം ചെയ്യണം എന്നു പറഞ്ഞു. ബാബുവാ, അതെന്തൊട്ട് പേരൻ്റെ റപ്പായി എന്ന് ജോസ് ചിന്തിച്ചു. ഇനിയുള്ള കാലം കേരളത്തിൽ വന്ന് പണിയെടുക്കാൻ പോകുന്ന ബംഗാളി ബാബുമാർക്ക് ഒരു വഴികാട്ടിയായിരിക്കും അവൻ എന്ന് കർത്താവ് പ്രവാചകനിലൂടെ അരുളി ചെയ്തത് നിറവേറുന്നതിനാണ് ഇവയെല്ലാം സംഭവിച്ചത്. അദ്ദേഹം പുത്രന് ബാബു എന്ന് നാമകരണം ചെയ്തു. നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഒല്ലൂരിലേക്ക് മടങ്ങി. ബാബു വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ശക്തനായി. ബാബുവിൻ്റെ മാതാവ് സ്ഥിരം പള്ളിയിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് ഒല്ലൂർ പള്ളിയിൽ പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ ബാബു അവിടെ തങ്ങി. ബാക്കി 4 പെറുക്കിക്കൂട്ടി വീട്ടിലേക്ക് മടങ്ങിയ മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവർ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ വീട്ടിലെത്തി. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും വീട്ടിലെത്തി അന്വേഷിച്ചിട്ട് കാണായികയാൽ ബാബുമോനെ തിരക്കി അവർ പള്ളിയിലേക്ക് തിരിച്ചുപോയി. ഇല്ലെങ്കിൽ നാട്ടുകാരുടെ പരാതി തീർക്കാനേ സമയം കാണൂ എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവർ അവനെ ദേവാലയാങ്കണത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ഞങ്ങളെന്തൊട്ട് തേങ്ങി പറയണേ, സംഭവം 8 to 3 എന്ന് പറയണത് ലൈഫാണ്. പ്രേയുടെ പോയിന്റ് 1 10. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ പറഞ്ഞതെന്തെന്ന് മേരി ഗ്രഹിച്ചില്ല. പക്ഷേ ജോസിന് ഗ്രഹിച്ചു. ഗ്രൗണ്ടിന്റെ മൂലയിലെ സിംഹാസനം ജോസ് മകനു വേണ്ടി മനസ്സിൽ ഒഴിച്ചിട്ടു. മേരി ദിനപരമുള്ള ഒരു സ്ത്രീയായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട ദിനങ്ങളും അവൾക്ക് മനഃപ്പാഠമായിരുന്നു. ബന്ധുക്കളുടെ ജന്മദിനങ്ങളും വാർഷികങ്ങളും എന്തിനേറെ അവരുടെ വീടിന്റെ കട്ടളവെപ്പ് ദിനങ്ങൾ വരെ മേരിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ബാബുവിനും ഈ കഴിവ് മേരി പകർന്നു നൽകി. ഓർത്തുവെക്കാനുള്ള എഡ്യൂക്കേഷൻ ഇല്ലാതിരുന്നതിനാൽ ബാബു അതെല്ലാം എഴുതിവെച്ചു. ബാബു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. മടങ്ങാത്ത വിയാഗിരിയും കുഴിവില്ലാത്ത ചട്ടിയും നിർമ്മിക്കാൻ കേരളത്തിലെ പണിക്കാരെ പഠിപ്പിച്ച ശേഷം തമിഴ്നാടിനെ നന്നാക്കാൻ ബാബു അവിടെ ഒരു ബാങ്കിൽ ജോലിക്ക് കയറി. ബാബുവിന്റെ സേവനത്തിൽ സന്തുഷ്ടരായ നാട്ടുകാർ അദ്ദേഹത്തെ തെന്നിന്ത്യയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് കയറ്റി അയച്ചു. അവിടെ വെച്ച് മലയാളി ബാബു ബംഗാളി ബാബുമാരെ പണി പഠിപ്പിച്ചു. തിരുവെഴുത്ത് അങ്ങനെ പൂർത്തിയായി. ഫുട്ബോളിന്റെ ഈറ്റില്ലമായ കൊൽക്കത്തയിലെത്തിയ ബാബു കളിക്കാരനായി. മൈതാനത്തിലെ പുല്ലിന് തീപിടിക്കുന്ന ഗോൾ കീപ്പിംഗ് സ്കില്ലിൽ ആകൃഷ്ടരായ കോച്ചിംഗ് സ്റ്റാഫ് ബാബുവിനെ ജർമ്മൻ ബുണ്ടസ്ലീഗ കളിക്കുവാൻ വിടാൻ ആഗ്രഹിച്ചു. എന്നാൽ മകൻ
കളിച്ച് നടക്കുന്നതറിഞ്ഞ മേരി അവനെ കല്യാണം കഴിപ്പിച്ചു. തുടർന്ന് വെള്ളേപ്പങ്ങാടിയിൽ വെള്ളേപ്പമുണ്ടാക്കണ പോലെ നിം നിംന്ന് മിനി 2 പ്രസവിച്ചു. അതോടെ ബുണ്ടസ്ലീഗയിൽ ഒലിവർ കാൻ പൊന്തി വന്നു. ബാബു നാട്ടിലേക്കും വന്നു. കള്ള് കച്ചവടവും പിന്നീട് കണ്ണട കച്ചവടവുമായി ബാബു ഒല്ലൂരങ്ങാടിയിൽ നിറഞ്ഞു നിന്നു. ഒതുങ്ങി നിന്നത് ബാങ്ക് ജോലിയിൽ മാത്രമാണ്. കുറ്റിയിൽ കെട്ടിയിട്ട പശുവിനെ പോലെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ബ്രാഞ്ചിലും മേഞ്ഞു നടന്നു ബാബു. ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ്, ബാങ്ക് യൂണിയൻ സെക്രട്ടറി, റെസിഡൻഷ്യൽ ക്ലബ് ഭാരവാഹി തുടങ്ങിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നതിനോടൊപ്പം ചെയ്തു പോന്നിരുന്ന അല്പം വഴക്കം കുറവുള്ള ആ പണി അങ്ങ് നിർത്തുകയാണ്. ബാക്കി എല്ലാ പണികൾക്കുമായി ആ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാൻ പോവുകയാണ്. കോഴിയെ കണ്ട കല്ലിമ കയറ, പാമ്പിനെ കണ്ട കല്ലെറിഞ്ഞു കൊല്ലുക, കല്യാണമുറപ്പിച്ച കസിൻസിന്റെ ഭാവി വധുക്കളെ വിളിച്ച് വരനാണെന്ന് പറഞ്ഞ് പഞ്ചാരയടിക്കുക, കല്യാണം കഴിയുമ്പോൾ അവരെ വിളിച്ച് വകയിലെ ബന്ധുവാണെന്ന് പറഞ്ഞ് അമ്മായി അമ്മയുടെ കുറ്റങ്ങൾ ചോദിക്കുക. അങ്ങനെ ഓരോ ജാതി ഹോബികളാണ് ബാബുവിന്. അതെല്ലാം ഇനി നിർലോഭം തുടരാം. അപ്പോ ജർമ്മൻ ഭാഷയിൽ ആ എഴുതി വെച്ചിരിക്കുന്നത് ഊഷാൻസ് വിൻഷി അഥവാ റിട്ടയർമെന്റ് വിഷസ്.